വിജ്ഞാനരഹിതമായ ഉത്സാഹത്തെ കുറിച്ചാണ് ഇന്ന് വചനത്തിൽ പറയുന്നത്. അത് പറയുന്നത് വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല, തിടുക്കം കൂട്ടുന്നവന് വഴി തെറ്റുന്നു എന്ന് പറയാം. നമ്മളുടെ ചില സമയത്തെങ്കിലും ഉത്സാഹങ്ങൾ ചില തിടുക്കങ്ങൾ കാണിക്കും, അനാവശ്യമായ തിടുക്കങ്ങൾ. ഒരു കാര്യമില്ലാതെ ചില കാര്യങ്ങളിൽ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവരെയും നമ്മളെ തന്നെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കും. അതിന് പറയുന്ന പേരാണ് ഈ വിജ്ഞാനരഹിതമായ ഉത്സാഹം എന്ന് പറയുന്നത്. അതായത് എന്താണ് അവസ്ഥയെന്ന് മനസ്സിലാക്കിയില്ല, എന്റെ കയ്യിൽ എത്ര രൂപയുണ്ടെന്ന് മനസ്സിലാക്കിയില്ല, നിനക്കും പറ്റും അതുപോലെയൊക്കെ വീട് പണിയാൻ, നീ തുടങ്ങിക്കോ, നീ ആ വണ്ടി മേടിക്ക്, ഈ ഫോൺ മേടിക്ക്, നീ അത് ചെയ്തോ. വിജ്ഞാനരഹിതമായ ഉത്സാഹം നമ്മളെ കൊണ്ടുപോയി കുടുക്കുകളിൽ പെടുത്തും, നമ്മുടെ പൊട്ടത്തരമായിട്ട് മാറും. ചിലപ്പോൾ നീ അടുത്തൊരു കാര്യം പറയാം, എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്, അത് നമുക്കറിയാം സാധനം, അത് പറ്റാത്ത രീതിയിൽ ഒരാവശ്യമില്ലാതെ ഉന്തി തള്ളി പ്രോത്സാഹിപ്പിച്ച് ചില കുട്ടികളെയൊക്കെ അവരെ കൊണ്ട് പറ്റാത്ത പണിക്ക് നമ്മൾ വിടുമ്പം നമ്മൾ കാണിക്കുന്നത് പൊട്ടത്തരമാണ്. വചനം അതുകൊണ്ട് ഒന്ന് ആവർത്തിച്ച് മനസ്സിലാക്കണം നല്ലതാണ്. വിജ്ഞാനരഹിതമായ ഉത്സാഹം ശ്രേയസ്കരമല്ല, തിടുക്കം കൂട്ടുന്നവന് വഴി തെറ്റുന്നു എന്നുള്ളത്. നമ്മുടെ ഉത്സാഹമൊക്കെ നല്ലതാണ്, ഒരല്പം വിവരം, അല്പം ബോധം അതിന്റെ പിറകിലുണ്ടാവണം. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.